എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ അടുപ്പയിൽ കഞ്ഞിക്കൊക്കെ വെള്ളം വെച്ചിട്ട് ഞാൻ ഇച്ചിരി തക്കാളിക്ക ചാറും പിന്നെ നമ്മുടെ വൻപയർ മെഴുക്ക് പുരട്ടിയും കൂടെ വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്നത്തെ ഉച്ചയൂണിന്. അതാണ് മെനു. തക്കാളിക്ക ചാറ് വെക്കാനായിട്ട് 2 വലിയ തക്കാളിക്കായും ഒരു സവോള അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അരിയൊക്കെ ഇട്ടൊന്ന് തിളച്ച് വന്നായിരുന്നേ. ഇനി ചാറുകറി വെക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ചൂടായി വന്നപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. എനിക്കാണെങ്കിൽ പണ്ട് മുതലേ ഈ തക്കാളിക്ക ഒഴിച്ചുകറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ ചാക്കരിച്ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ചാറുകറി. അപ്പോൾ ഞാൻ സവോള നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒന്ന് വാടി വന്നാൽ മതിയേ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ തക്കാളിക്കായും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ. ഇനിയിപ്പോൾ പച്ചമുളകിന് നല്ല എരിവുള്ളതാണെങ്കിൽ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഈ ചാറുകറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 1/4 സ്പൂൺ ജീരകം ഇട്ട് അരച്ചെടുത്താൽ മതിയേ. ഇപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വന്ന് ഈ തക്കാളിക്കൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പൂടെ ചേർത്ത് കൊടുക്കാവേ. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇനി ഈ തക്കാളിക്കയുടെ പുളി പോരാത്തവർക്ക് വേണേ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പം കുറച്ച് ഉപ്പിൻ്റെയും കൂടെ കുറവുണ്ടായിരുന്നേ. അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ തക്കാളിക്ക ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വൻപയർ മെഴുക്ക് പുരട്ടി വെക്കാനായിട്ടുള്ള ഒരു 1/2 കപ്പ് വൻപയർ ഞാൻ കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. ഈ വൻപയർ മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ ശരിക്കും വറ്റൽമുളകും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും കൂടെ ചതച്ച് ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ഇപ്പം എൻ്റെ ഈ ചുമന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സവോളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകിന് പകരം കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പയറൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നു കഴിയുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇനി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പയറിന് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. ഈ സവോളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മൂത്ത് വരണേ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വൻപയർ മെഴുക്ക് പുരട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് വൻപയർ മെഴുക്ക് പുരട്ടി, തക്കാളിക്ക ചാറുകറി, പിന്നെ ഒരു നാരങ്ങ അച്ചാർ, ഇത്രയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.